അങ്ങനെ ഞാനത് വീണ്ടും വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതൊരു പതിവായിട്ടുണ്ട്. വീട്ടിലേക്കല്ലേ, പാർക്ക് അങ്ങനെ മടുക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതേ ഇറങ്ങിയപ്പോൾ നല്ല വെയിലൊക്കെ ആയിരുന്നു, കുഴപ്പമില്ലാണ്ടങ്ങ് പോയി. ഇപ്പോൾ നമ്മുടെ പട്ടാമ്പി പാലമെത്തി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മുടെ ഭാരതപ്പുഴയിൽ കുറച്ചൊക്കെ വെള്ളം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ വെള്ളമൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ അതെന്തൊക്കെയോ കഥകളും കാര്യങ്ങളൊക്കെ ആലോചിച്ചു. കാരണം വീട്ടിലേക്കാണല്ലോ പോകുന്നത്, അതുകൊണ്ട് ഒരു സമാധാനത്തോടെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. കുറച്ച് നേരത്തെ പിന്നെ ബ്ലോക്ക്, അത് പിന്നെ നിർബന്ധമാണല്ലോ. അപ്പോൾ എവിടെ പോയാലും ബ്ലോക്ക് നിർബന്ധമാണ്. അങ്ങനെ ഇത് പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പെരിന്തൽമണ്ണ എത്തിയപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോഴേ ഞോർത്തിൻ്റെ നനഞ്ഞുകൊണ്ട് തന്നെ പോകണം. കഴിഞ്ഞ തവണ ഇങ്ങനെ തന്നെയായിരുന്നു. ഇറങ്ങിയപ്പോൾ നല്ല വെയിലും ഇവിടെ എവിടെയോ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നേ. അതും ഇതേപോലെ തന്നെയായിരുന്നു. അങ്ങനെ അതെ പെരിന്തൽമണ്ണ നമ്മൾ KSRTC സ്റ്റാൻഡിലാണ്. അങ്ങോട്ട് പോയി. അവിടെ എത്തിയപ്പോൾ നല്ല മഴ, ഫുള്ള് ബസ്സിൻ്റെ ഷട്ടറൊക്കെ അടച്ച് ഫുള്ള് ഇരുട്ടായിട്ട് അങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയ്ക്കാണെന്ന് ഉറങ്ങിയായിരുന്നുണ്ട്. നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം. കാരണം ബസ്സിൽ തിരക്കൊന്നും ഉണ്ടായില്ല. സാധാരണ നമുക്ക് സീറ്റിൽ ഇരിക്കാൻ പോട്ടെ, ഇരിക്കാനല്ല, സീറ്റിലൊന്നും മര്യാദ നിൽക്കാൻ പോലുള്ള സ്ഥലം പോലും ഉണ്ടാവാറില്ല, അത്രയും തിരക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ പോന്നപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായോ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു സീറ്റിൽ, 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്നതായി നന്നായിട്ടിരുന്ന് നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ ആസ്വദിച്ച് ഇത് നമ്മളെ ചെറുകോട് എത്തിയിട്ടുണ്ട്. എത്തിയ പോലെ തന്നെ ഒരു കുഞ്ഞ് ഐസ്ക്രീം വാങ്ങിച്ചു. അത് പിന്നെ നിർബന്ധമാണല്ലോ, മഴയാണെങ്കിലും വെയിലായാലും. അതിനകത്ത് വീട്ടിലെത്തിയ പാടുന്ന ചക്കക്കൂട്ടാനും നമ്മുടെ മീൻ കറിയും മത്തിക്കറിയും കൂട്ടി പിടി പിടിച്ചു.